ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. നമ്മളിന്ന് വൈകുന്നേരമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ സമയം 4:30 മണി, പക്ഷേ വെയിൽ പോയിട്ടില്ല. കുറച്ച് ഫുഡ് ടൂർ തന്നെയാണ്, ഭക്ഷണ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഒരു ചെറിയ കട തേടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നെല്ലിവിള എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നെല്ലിവിള എന്നുള്ള പേരുള്ള 2-3 സ്ഥലം ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് പെരിങ്ങമല പോകുന്ന വഴി, ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വെള്ളായണി പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന റൂട്ടിൻ്റെ ഇവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് പോയാൽ അവിടെ എത്തും. അതായത് വവ്വാമൂല ഭാഗത്തേക്കൊക്കെ പോകാനായിട്ട് പറ്റിയ റോഡാണ് നെല്ലിവിള. ഇവിടെ ഒരു സ്കൂളുണ്ട്, അതൊരു ലാൻഡ്മാർക്കായിട്ട് പറയാം, LPS നെല്ലിവിള. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കിടക്കുന്ന ലൈൻ ഇതാണ് കട. ചെറിയ കടയാണ്. ഇവിടെ 50 രൂപയ്ക്ക് 4 ദോശയും ചിക്കൻ കറി അങ്ങനെയൊക്കെയുള്ള കോമ്പോസാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് തങ്കമണി. അദ്ദേഹത്തിൻ്റെ മകനും കൂടെ സഹായിക്കും. അദ്ദേഹമാണ് ഇതിൻ്റെ ശരിക്കുള്ള ഓണർ. വൈഫിന്ന് യാദൃശ്യമായിട്ട് വന്നാണെന്ന് തോന്നുന്നു, മോനില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ സാധാരണയായിട്ട് എങ്ങനെയാണ്, എത്ര മണി തൊട്ടാണ് തുടങ്ങുന്നത്? ഉച്ചയ്ക്ക് 2 മണി തൊട്ട് വൈകുന്നേരം തീരും 7:30, 8 ഒക്കെ ആകുമ്പോൾ തീരും. ചിലപ്പോൾ 7 മണിക്ക് തീരും അല്ലേ. ഇവിടെ 50 രൂപ കോമ്പോ ആണ് അല്ലേ. 50 രൂപയ്ക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത്? 5 ഇടിയപ്പം കൊടുക്കും അല്ലേ. 5 ഇടിയപ്പം, ചെറിയ ഇടിയപ്പമാണ്. പക്ഷെ 5 ഇടിയപ്പവും ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ കറി, ഇതിലേതാണെങ്കിലും എടുക്കാം ഓപ്ഷൻ. ചിക്കൻ കറിയിലാണെങ്കിൽ എത്ര പീസ് കൊടുക്കും? 2-3 പീസ്, 4-5 പീസ്, എല്ലാം ചെറിയ പീസസാണ്. ചിക്കൻ ഫ്രൈ ഒരു പ്ലേറ്റ്, ചിക്കൻ കറി ഒരു ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. പ്ലസ് 5 ഇടിയപ്പം അല്ലെങ്കിൽ ദോശയാണെങ്കിൽ 4 ആണോ? അതും 5 കണക്ക്. ഓക്കെ, അടിപൊളി. പിന്നെ ചായ ഉണ്ട് അല്ലേ. ഇവിടെ വേറെ എന്തെല്ലാം വട ഐറ്റംസ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞല്ലേ, 2 മണിക്ക് തുടങ്ങിയതല്ലേ. അപ്പോൾ സ്നാക്സൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇടിയപ്പം തീരാറായി കാണും അല്ലേ. ഇത് ആൾക്കാർ ഭയങ്കര തിരക്കാണല്ലേ ഇത് ഈ കടയിൽ. എല്ലാവർക്കും അറിയാം, 50 റുപ്പീസ് കൊണ്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാമല്ലോ, നോൺ വെജ്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ നമ്മളൊരു 5:30 മണി കഴിഞ്ഞു. ഇപ്പോൾ എത്രയും സമയം? ഇത് 5:30. ഒരുപാട് താമസിച്ചില്ല. 7 മണിക്ക് മുന്നേ അതിലേക്ക് അടച്ചു പോകുന്നത് എനിക്കറിയായിരുന്നു. ഓക്കെ, അപ്പോൾ കഴിക്കാം. പുറമേ നിന്ന് നോക്കുമ്പോൾ കട ചെറുതാണെങ്കിലും പക്ഷേ അകത്ത് കുറച്ചൊരു സ്പേസ് ഉണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്. ഇനി ആൾക്കാർ വരുമായിരിക്കും. എന്തായാലും ഇത് തീരുന്നവരെ നടക്കുന്നൊരു കച്ചവടം, അതാണ് പ്ലാൻ. അപ്പോൾ നമുക്കൊരു കാര്യമില്ല, 50 റുപ്പീസ് കോംബോയിൽ 2 50 റുപ്പീസ് കോംബോ എടുക്കാം. ഒരു ഫ്രൈ വിത്ത് ദോശ ആൻഡ് കറി വിത്ത് ഇടിയപ്പം നോക്കാമല്ലോ എങ്ങനെയുണ്ട്. അദ്ദേഹം കൊണ്ടുവരുന്നു. ഇതാണ്. അത് ശരി. ഇതിൽ എനിക്കിപ്പോൾ ചിക്കൻ വെറുതെ തന്നതാണോ? കുറച്ച് കറി ഗ്രേവി സാധാരണ കൊടുക്കില്ലല്ലോ, ഫ്രൈ അല്ലേ കൊടുക്കുള്ളൂ. കൊടുക്കും, ഇങ്ങനെ കൊടുക്കുമോ? ഇത് 50 രൂപയാണോ? ഇത്രയേ ഉള്ളൂ. 50 റുപ്പീസിന് ഇത്രയും കിട്ടും. നോക്കൂ, അയ്യോ ഇത് കുറച്ച് സംഭവമാണ്. കുഞ്ഞ് ഇടിയപ്പമാണ്, പക്ഷേ നല്ല രസമുണ്ട്, ക്യൂട്ടാണേ. ഇടിയപ്പത്തിൻ്റെ സൈസ് ഒരു ക്യൂട്ടി. അങ്ങനെ 5 ഇടിയപ്പംസ്, കുറച്ച് ഗ്രേവി വിത്ത് ചെറിയ 2 പീസ്, ഇത്രയും ഫ്രൈ പീസ്, കുറേ ഫ്രൈ അതിൻ്റെ പൊടിയെല്ലാം കൂടി ഇട്ടിട്ട് കുറേ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇത് 50 രൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കര, കഴിക്കുന്നവർക്ക് ഭയങ്കര ലാഭമാണ്. ചേട്ടാ എന്താ പേര്? വിൽസൺ. ഇവിടെ അടുത്താണോ? തൊട്ടടുത്താണ്. ഇവിടെ വരാറുണ്ടോ? എല്ലാ ദിവസവും വരുമോ? വൈകുന്നേരം വന്ന് കഴിച്ചിട്ട് പോകും അല്ലേ. ഡിന്നർ ഇവിടെ നിന്നാണ് കഴിക്കുന്നത് സാധാരണ അല്ലേ. വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര 5:30 ആകുമ്പോൾ വരും. ഇന്നപ്പോൾ ഞാൻ വന്ന സമയത്ത് ചേട്ടനും എത്തി 5:30 കറക്റ്റ്. ചിക്കൻ ഫ്രൈയും ഇടിയപ്പവും അതല്ലേ. അത് 50 രൂപയേ ഉള്ളൂ. ഒരു ചായക്ക് എന്താ വില? 2 രൂപയാണ് അല്ല. 2 ചായ കുടിക്കും. ഒരു ചായക്ക് എന്താ വില? 10 രൂപ. അത് 20 രൂപ. അപ്പോൾ 70 റുപ്പീസിന് അദ്ദേഹത്തിൻ്റെ ഡിന്നർ കഴിയാണ്. എല്ലാ ദിവസവും വരുന്നതാണ് പറയുന്നത്. ഇത് നല്ല ടേസ്റ്റുമാണ് അല്ലേ. ഇത്രയും പീസ് കിട്ടുമല്ലേ. 2-3 പീസ് ഫ്രൈയും പിന്നെ കുറച്ച് ഗ്രേവിയും തരും കറിയായിട്ട്. ഭയങ്കര സംഭവമാണ് കേട്ടോ 50 രൂപയ്ക്ക് ഇതിന് കോംബോ. ഇത് അറിയുന്നവർക്കൊക്കെ അറിയാം, ആൾക്കാർ വരാറുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ അടുത്തുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത് അല്ലേ കഴിക്കാനായിട്ട്. ദൂരെ നിന്ന് വരുന്നുണ്ട്. അറിഞ്ഞ് വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥലം പെരിങ്ങമല ഭാഗമാണോ? നമ്മൾ വവാമൂല പോണ വഴിയാണ് അല്ലേ. ഓക്കെ, പുല്ലാത്തിമുക്ക് 2 വഴി കൂടെ വരുമ്പോൾ എന്തായാലും വെങ്ങാനൂർ അടുത്തുള്ള നെല്ലിവിള എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഓക്കെ, ഇത് നമ്മൾ കഴിക്കുന്നു. ചേട്ടാ എങ്ങനെയാണ് ഇത്രയും കുറച്ച് വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്? മിനിമം ലാഭം, വളരെ കുറച്ചേ കിട്ടുള്ളല്ലോ. ലാഭം കച്ചവടം നടക്കും. പിന്നെ ഇത് വാടകയ്ക്കാണോ അതോ സ്വന്തം സ്ഥലമാണോ? അപ്പോൾ റെൻറ്റും ഒക്കെ കൊടുക്കണ്ടേ? പിന്നെ ചെയ്യുന്നതൊക്കെ നമ്മൾ തന്നെയാണ്, വേറെ വെളിയിൽ നിന്ന് ആൾക്കാരൊന്നുമില്ല, നമ്മൾ തന്നെ.
മകനും അച്ഛനും മകനും വൈഫും എല്ലാവരും കൂടി ചെയ്യും അല്ലേ? അങ്ങനെ ചെയ്യണം. ഇത് എന്തോ കോഴി ഫാം ഉണ്ട് സ്വന്തമായിട്ട്. അതൊരു പോയിൻ്റാണ് കേട്ടോ, പ്ലസ് പോയിൻ്റാണ്. കോഴി മേടിച്ചല്ല ചെയ്യുന്നത്, അവരുടെ സ്വന്തം ഫാമിൽ നിന്ന് തന്നെയാണ് അത്. അത്യാവശ്യം വന്നാൽ എടുക്കും. ഇതിപ്പോൾ എത്ര വർഷമായി ഇത് ചെയ്യുന്നു? എത്ര? ഈ കട, സെയിം കട, ഈ സ്പോട്ടില്? ഇതിൻ്റെ അപ്പുറത്തൊരു കടയുണ്ടായിരുന്നു. എന്തായാലും ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട് 20 വർഷമായി അല്ലേ, ഈ ഭക്ഷണത്തിൻ്റെ ഇതിൽ. പിന്നെ ഇത് ഈ പർട്ടിക്കുലർ കടയിൽ വന്നിട്ട് 10 വർഷമായി. അപ്പോൾ ഈ 10 വർഷമായിട്ട് ഇതുപോലെയാണോ ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നത്? ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പൊ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. മറ്റത് ഇവിടെയുള്ള ലോക്കലായിട്ട് താമസിക്കുന്ന ആൾക്കാർ വന്ന് കഴിക്കുമായിരുന്നു. അപ്പൊ 10 വർഷമായിട്ട് പുള്ളിക്കാരൻ ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ട്. അന്നും വില ഇത് തന്നെയാണോ? 50 വില കൂടിയില്ല. അന്നത്തെ വിലയിൽ പോവാണ് ഇപ്പോഴും. 50 രൂപയ്ക്ക് ഒരു പ്ലേറ്റ് നിറച്ച് ഇടിയപ്പവും പിന്നെ ചിക്കൻ ഫ്രൈയും ചിക്കൻ്റെ കറിയും എല്ലാം കൂടെ കൊടുക്കുമ്പോൾ, അപ്പോൾ ഇത് ശരിക്കും ചിക്കൻ്റെ പീസ് കൊടുക്കുന്നുണ്ടല്ലേ? കുറച്ച് ഗ്രേവിയും. പീസ് എനിക്ക് തന്നെ എക്സ്ട്രാ അതാണ്, പക്ഷെ ഗ്രേവി കൊടുക്കും കേട്ടോ. ചിക്കൻ മുട്ടക്കോഴിയുടെ ആണ്. ഓക്കെ, മുട്ടക്കോഴിയുടെ ഇത് ഗ്രേവി ഉണ്ടാവും. ഒരു ഗ്രേവി കൊടുക്കും. 3-4 പീസ് ചിക്കൻ ഫ്രൈ, 4 പീസ് ചിക്കൻ ഫ്രൈ. തീരെ ചെറിയ പീസല്ല, വലിയ പീസ് തന്നെയാണ്. 5 കുട്ടി നല്ല ബ്യൂട്ടിഫുൾ ഇടിയപ്പം. അല്ലെങ്കിൽ ദോശ, 5 ദോശ നല്ല സോഫ്റ്റ് ആവിയിൽ വെച്ച് കഴിക്കുന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. രാവിലെ 2 ചായ കുടിക്കും. അത് വെള്ളം പാലൊഴിച്ച ചായയോ? കട്ടനല്ല. 2 കഴിക്കും. പിന്നെ 4 മണിക്ക് വെളുപ്പിനെ. ഓക്കെ, കറക്കാൻ പോവും. പശുവിനെ കറക്കാൻ പോവും. പാല് കൊണ്ട് വെച്ചിട്ട് എന്തോ വീണ്ടും 2 ചായ കുടിക്കുമോ? ചേട്ടൻ്റെ ഭക്ഷണ ക്രമീകരണമാണ് പറയുന്നത്. ബാലൻസ്ഡ് ഡയറ്റാണ് ക്രമീകരിച്ച് വെച്ചിരിക്കും. അതെ, ശരി. ഓക്കെ, പിന്നെ വീണ്ടും 2 ചായ. അതെ, 6 മണിക്കകത്ത് 4 ചായ കുടിക്കും. സൊസൈറ്റി കൊണ്ട് കൊടുക്കുന്ന ഇത് നമ്മുടെ പാല് തന്നെ കൊണ്ട് കൊടുക്കുന്നത് അല്ലേ? നമ്മുടെ പശു, നമ്മുടെ തന്നെ പശു, അദ്ദേഹത്തിന്റെ പശു. പശു ഉണ്ട്, പാല് കറക്കുന്നു, സൊസൈറ്റി കൊണ്ട് കൊടുക്കും. അവിടെയും ചായത്തട്ടുണ്ട്. അവ 6 ചായ തട്ടിയത് കൂടെ 2 ചായ. ഇതെല്ലാം 7:30-കകത്ത് 6 ചായ അത് എത്തിക്കഴിഞ്ഞു. ചായ അഡിക്റ്റഡ്. ഓക്കെ. പിന്നെ കന്നാലികളെ നോക്കാനായിട്ട് വെള്ളം കൊടുക്കാൻ തീരുള്ളൂ. നല്ല ജോലിയുണ്ട്. കുളിപ്പിച്ച് വെള്ളമൊക്കെ കൊടുത്ത്. എത്ര കന്നാലിയുണ്ട്? 6 പേരുണ്ട്. 6 പേര് അദ്ദേഹം തന്നെ നോക്കും. പോത്തുണ്ടോ? അപ്പൊ നല്ല പണിയാണ്. അപ്പൊ 10:30 മണി വരെയുള്ള ജോലിയായി. അവരെ കുളിപ്പിച്ച് പശു ഈ പണി ചെയ്യുമ്പോൾ 11:30 എല്ലാ ദിവസവും കുളിപ്പിക്കും. അതെ. അത് കഴിഞ്ഞിട്ട് പിണ്ണാക്ക് വൈകുന്നേരം കൊടുക്കാനുള്ള പിണ്ണാക്ക് കുതിരാനായിട്ട് വെക്കും അല്ലേ? വൈക്കാലും ഒക്കെ എടുത്ത് 12 മണിയാകുമ്പോൾ എവിടെ പോയി? വീട്ടിൽ നിന്ന് കാപ്പി കുടിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. 2 കുറ്റി പുട്ട്. എത്ര നീളമേ ഉള്ളൂ? 2 കുറ്റി ചെറിയ 5-6 പഴം എടുക്കും. 7 പഴവും 2 കുറ്റി പുട്ട്. അപ്പൊ വീട്ടിൽ 2 ചായ. അപ്പൊ 8 ചായ. ചേട്ടൻ്റെ ആരോഗ്യ രഹസ്യമാണ്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കില്ല. ഇത്രേ ഉള്ളൂ ഭക്ഷണം. ഉച്ചയ്ക്ക് കഴിക്കില്ല. വൈകുന്നേരം വന്ന് ഇവിടുന്ന് ഈ ഒരു 50 രൂപയുടെ കോംബോ കഴിക്കും. ഇത് 50, വിശ്വസന 50. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് 50 രൂപയ്ക്ക് കഴിക്കൂലേ? 100 രൂപയ്ക്ക് കഴിക്കും. 2 പ്ലേറ്റ്. അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് ലഞ്ച് സ്കിപ്പ് ചെയ്യല്ലേ? അത് കാരണം പുട്ട് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ ഈ 2 അത് വീട്ടില്. പിന്നെ ചായ കുടിക്കില്ലല്ലോ. പിന്നെ ചായ കുടിച്ച് ഉറക്കം വരില്ല. അപ്പൊ മൊത്തം ഇപ്പൊ 8 ചായയായി അല്ല? ഇവിടത്തെ ചായ കൂടെ ചേർത്ത് 10 ചായ. ഇവിടത്തെ പക്ഷെ 100 രൂപ ചായക്ക് മാത്രമായി 10 ചായയായി. 100 രൂപ ഫുഡിനുമായി. അപ്പൊ 200 രൂപ അദ്ദേഹം ചിലവാക്കുന്നുണ്ട് വീട്ടിലെ ഫുഡ് കൂടാതെ. അതാണ് അദ്ദേഹത്തിന്റെ ബാലൻസ്ഡ് ഡയറ്റ്. എന്നോട് പറഞ്ഞു തരാം എൻ്റെ ഭക്ഷണക്രമം ഞാൻ പറഞ്ഞു തരാം. അത് നോക്കിക്കോളൂ. ഇതാണ് അടുത്ത കോംബോ. നല്ല ചൂട് ദോശ, തട്ടിൽ കുട്ടി ദോശ. 5 ദോശയുണ്ട് പ്ലസ് ഒരു പ്ലേറ്റ് ചിക്കൻ കറി. ദിസ് ഇസ് അഗെയിൻ 50 റുപ്പീസ്. ഇതൊരു 50 രൂപ കോംബോ, ഇതൊരു 50 രൂപ കോംബോ. അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് കുറച്ചുകൂടെ ലാഭം. നോക്കാൻ 2-4 പീസ് ചിക്കൻ ഫ്രൈ കിട്ടും, ഗ്രേവി കിട്ടും.
എനിക്കായതുകൊണ്ട് 2 ചെറിയ പീസ് ഇട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം കൂടി എടുത്തത്. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് 100 രൂപ ആകുന്നുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, സാധാരണക്കാർക്ക് സുഖമായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് ചായ കുടിച്ച് പോയാൽ ഒരു 60 രൂപയിൽ കാര്യം നടക്കും. അപ്പോൾ ഇത് കൂടാണ്ട് ചമ്മന്തി ഉണ്ട് കേട്ടോ, എക്സ്ട്രാ കുറച്ച് ചമ്മന്തി ഉണ്ട്. വേണമെങ്കിൽ ചമ്മന്തി കൂട്ടി അതിൻ്റെ കൂടെ ദോശ മാത്രം വാങ്ങിച്ച് ചമ്മന്തി കൂട്ടി കഴിക്കുന്നവർക്ക് അങ്ങനെയാകാം. ഇതാണ് ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഞാൻ എൻ്റെ കലാപരിപാടി തുടങ്ങുന്നു. ഇടിയപ്പം, നല്ല ചൂട് ഇടിയപ്പം തന്നെയായിരുന്നു. ഗ്രേവി, ചിക്കൻ്റെ ഗ്രേവി അടിപൊളി കേട്ടോ. വെരി നൈസ്. ഇറച്ചി ഇത് മുട്ടക്കോഴിയുടെ ഇറച്ചിയാണ്, ഇച്ചിട്ടുണ്ട്. അടിപൊളി, നല്ല സ്പൈസി ഒന്നും ഇട്ടുണ്ട്. അതിന് നാടൻ ടേസ്റ്റ് ഗംഭീരം. 1 2 3 4 പീസ് കൊടുക്കുന്നതാണ്. എനിക്ക് എക്സ്ട്രാ ഒരു പീസ് കൂടി ഇട്ട് തന്നിട്ടുണ്ട്. എല്ലാം എനിക്ക് എക്സ്ട്രാ. ദിസ് ഇസ് ദ ഫ്രൈ വിത്ത് ഉള്ളി, പൊടിയുണ്ട്. 2 വിധമൊന്നും കഴിച്ചിട്ട് വരെ 100 രൂപയേ ഉള്ളൂ. ആലോചിച്ചു, പോക്കറ്റ് കാലിയാകാണ്ട് ഭക്ഷണം കഴിക്കാം ആൾക്കാർക്ക്. പിന്നെ നമ്മുടെ ദോശ, സോഫ്റ്റ് ചൂട് നല്ല ദോശ. ദോശ ചിക്കൻ നല്ല കോംബോ ആണ്. ഇടിയപ്പം കഴിക്കണോ ദോശ കഴിക്കണോ കൺഫ്യൂഷൻ. എല്ലാം മേടിച്ച് വെച്ചിരിക്കുകയാണ്. 100 രൂപ മാത്രം എല്ലാം കൂടി ചേർത്ത്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് കഴിച്ച് തീർക്കാണ് വിശാലമായിട്ട്. ടേസ്റ്റ് ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, വിലയും വളരെ തുച്ഛം. അവരുടെ തന്നെ കോഴിയാണ്, പോൾട്രി ഫാമിൽ. അതുകൊണ്ട് ചെറിയ ഗുണമുണ്ടാവും, അത്രേ ഉള്ളൂ. ബൂസ്റ്റൊക്കെ ഉണ്ട് കവർ കിടക്കുന്നത്. എന്താണ് ചായയിൽ ബൂസ്റ്റ് ചായ? ഓക്കെ, അപ്പോൾ വെച്ചു. ഓക്കെ, വേണ്ട ചേഞ്ച് വേണ്ട പ്ലീസ്, കുഴപ്പമില്ല, പോയിട്ട്. ഓക്കെ, താങ്ക് യു. ശരി. അതായത് ഇപ്പോൾ തീരാറായി തോന്നല്ലേ എല്ലാം? ഫ്രൈ ഉണ്ട് അല്ലേ കുറച്ച്? ഓക്കെ, തീരുന്നവരെയാണ് ബിസിനസ്. പക്ഷേ ഇപ്പോൾ ഒരു 7:30 ആകുമ്പോൾ തീരും. പോയിട്ട് വരട്ടെ എന്നാ. താങ്ക് യു. കടയ്ക്ക് പേര് വല്ലതും ഉണ്ടോ? ഇല്ല. ഓക്കെ, പേരിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ആൾക്കാർക്ക് അറിയാം. ഇപ്പോൾ ഗവൺമെൻറ് LPS നെല്ലിവിളയുടെ തൊട്ട് ഓപ്പോസിറ്റുള്ള ലൈനിലാണ് ഈ കട. ആൾക്കാർ പാർസൽ വാങ്ങാനും വന്നിട്ടുണ്ട്. ഞാനും കുറച്ച് പാർസലൊക്കെ മേടിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടിക്ക് വെള്ളം കൊടുക്കാനായിട്ട്. ഒരു 3 പാർസലും കൊണ്ടുപോകണു. നല്ല ചിക്കൻ കറിയും നല്ല ചിക്കൻ ഫ്രൈയും നല്ല ഇടിയപ്പം നല്ല ദോശ നല്ല പെരുമാറ്റം, എന്താ പറയട്ടെ, എല്ലാം നല്ലത്. സോ ഒരു ചെറിയ നാടൻ കട, വെരി നൈസ്. ഇത്രയും ലാഭം ഈ കാലഘട്ടത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. എന്താല്ലേ? ഇപ്പോൾ നമ്മൾ വെള്ളായണി ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു. അതായത് സിഗ്നലിന് മുന്നേ ഉള്ള സ്ഥലത്ത് ഇവിടെ ഒരു ചെറിയൊരു സംഭവമുണ്ട്. അതായത് എഗ് കുൽഫി, മെഷീനിലുണ്ടാക്കുന്ന എഗ്ഗിൻ്റെ കുൽഫിയാണ്. നമസ്കാരം. ഇത് ഞാനിങ്ങനെ അറിഞ്ഞ് ഒരു സ്ഥലത്ത് കണ്ടു, ഒരു വീഡിയോ കണ്ടായിരുന്നു. ഓക്കെ, എഗ് കുൽഫി. എത്ര നാളാണ് ഇത് വന്നിട്ട് ഇവിടെ? 1 മാസമായിട്ടാണ് ഇവിടെ വന്നത് അല്ലേ? ഓക്കെ, ഇത് എല്ലായിടത്തൊന്നും ഇല്ലല്ലോ എഗ് കുൽഫി അല്ലേ? ചില സ്ഥലത്തല്ലേ ഉള്ളൂ. ഇദ്ദേഹമാണ്, എന്താ പേരെന്താണ്? സിദ്ദിഖ്. ഓക്കെ, സിദ്ദിഖ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ എഗ് കുൽഫി നമുക്കൊന്ന് കാണാം അല്ലേ? ചിക്കൻ എന്നിട്ട് ചിക്കനും കൂടെ ചേർത്തിട്ട് ഓക്കെ, എന്നിട്ട് ശരി. ഓക്കെ, അപ്പോൾ ചിക്കൻ എഗ് കുൽഫി ഉണ്ട്, പിന്നെ വെജിറ്റബിൾ മസാല കുൽഫി. ഓക്കെ, ഇത് രണ്ടുമാണ് കൊടുക്കുന്നത്. പ്ലെയിൻ മുട്ട വച്ചിട്ടുള്ള കുൽഫി. ആ കുൽഫി എന്ന് പറയുമ്പോൾ കുൽഫിയുടെ മോൾഡിൽ അങ്ങനെയാണ് ചെയ്തത്. അത് മെഷീനാണ്, അതൊരു മെഷീൻ മേടിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് വെച്ചിട്ട് ചിക്കനും എഗ്ഗും കൂടി ചേർന്ന് വരുന്നത് ചിക്കൻ എഗ് കുൽഫി. വെജിറ്റബിൾസ് വിത്ത് എഗ് ആണെങ്കിൽ വെജിറ്റബിൾ എഗ് കുൽഫി ആൻഡ് പ്ലെയിൻ എഗ് കുൽഫി. 3 കാര്യങ്ങളുണ്ട്. അപ്പോൾ കാണാം. എൻ്റെ കട പോലെയായി ഇപ്പോൾ. പുള്ളി എന്താ പറയുക, ഇത് കഴുകാനായിട്ട് പോയിരിക്കുകയാണ് എൻ്റെ ബൗളെല്ലാം. ഇപ്പോൾ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാമല്ലോ. ഇത് മെയിൻ റോഡാണ് കേട്ടോ, വെള്ളായണി ജംഗ്ഷൻ എത്തുന്നതിൻ്റെ ആ ഒരു ഭാഗമാണ്. ഈ റഹമത്ത് റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്താണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് വളരെ കോമൺ ആണ്, പക്ഷേ കേരളത്തിലിങ്ങനെ പല സ്ഥലത്തും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ആയിട്ടുള്ളൂ. പുള്ളി കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത്, ഹൈജീനിക്കായിട്ട്. ആദ്യം ഒരു പ്ലെയിൻ എഗ് കുൽഫി ചെയ്യാൻ പോകണു. ഫസ്റ്റ് എത്ര മുട്ട ഉപയോഗിക്കുന്നത്? 2 എണ്ണം. 2. ഒരെണ്ണം മതി. ഓക്കെ, പ്ലെയിൻ കുൽഫി ആയതുകൊണ്ട് 2 മുട്ട.
മെഷീൻ ചൂടല്ലേ, ഹീറ്റാണ്. ഓണാക്കി. ഇതാണ് കേട്ടോ, ഗ്യാസാണ് അല്ലേ, ബർണർ. ഗ്യാസിലാണ് അതിൻ്റെ ഓപ്പറേഷൻസ്. ഓ ഇങ്ങനെ ഒരു ഫണൽ പോലെ ഒരു സംഭവമാണ് അകത്ത്. അതാണ് ആ കുൽഫി ഷേപ്പ് വരുന്നത്, കുൽഫി മോൾഡ്. ഇതിപ്പോൾ എന്താ ഒഴിക്കുന്നത്? ആ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ തിരിച്ചിടും. അപ്പോൾ അതിലൊരു കോട്ടിങ് കിട്ടാനായിട്ടല്ലേ? ആ മനസ്സിലായി. ബുദ്ധിമുട്ടാവും, ഓയിലി ആയിട്ട് തോന്നും. ഈ ഐഡിയ ഓരോരോ ഐഡിയാസ് ഉള്ളിലേക്ക് വരും, അതനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരും. ഓയിൽ ഒഴിച്ചിട്ട് തിരിച്ചൊഴിക്കും. അപ്പോൾ അത് എല്ലായിടത്തും ഒരുപോലെ ഇങ്ങനെ പറ്റിയിരിക്കും. ചൂടാവട്ടെ. ഓക്കെ. ഓ അവസാനം ആണല്ലേ, ആവശ്യമില്ല. ഓ ഓക്കെ. അപ്പൊ പൊട്ടിക്കാൻ പാടില്ല. ഓ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ. അതായത് പൊട്ടിക്കില്ല എന്ന് പറഞ്ഞത്, പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ പ്രഷർ കൊണ്ട് ഇങ്ങനെ തള്ളി വരും. ഇതിങ്ങനെ അങ്ങനെ തന്നെ ഉണ്ട്. അതുകൊണ്ട് സോൾട്ട് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. വേറെ ടോപ്പിംഗ് ഒക്കെ ഉണ്ടാവും. പുതിയ പുതിയ അറിവുകളാണ് എനിക്കിപ്പോൾ. ഈ എഗ് കുൽഫിയെ കുറിച്ച് വലിയ ധാരണയില്ല, അതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണ്. ഇങ്ങനെ ഒരു സംഭവം വയ്ക്കുക, അതായത് പുറത്തേക്ക് പോകാതിരിക്കാൻ അല്ലേ, ഫണൽ പോലെ. അതുവഴി മുട്ടയെ പൊട്ടിക്കാണ്ട് 2 മുട്ടയും അകത്തേക്ക് ഇട്ടു. ഇത് ചൂടായി കഴിഞ്ഞിട്ടാണ്, ഈ മെഷീൻ ഒന്ന് ചൂടായിട്ടാണ് ചെയ്യണം. മാറ്റിയിട്ട് ഓക്കെ. ഇപ്പോഴാ എന്ത് ചെയ്തു? അടപ്പെട്ടു. അപ്പോൾ പ്രശ്നം തീർന്നു. എല്ലാം പുള്ളി ഒരു ഐഡിയക്കാരനാണ് കേട്ടോ. ഐഡിയ അനുസരിച്ച് മാറ്റിക്കൊണ്ട് ഇതെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചു. കഴിക്കേണ്ട ആവശ്യമില്ല. അതെ 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 മനസ്സിലായി. ഓക്കെ. 4 minutes ആണല്ലേ ഇത്? 4 minutes ആണ് അതിൻ്റെ ടൈമിങ്. 4 minutes ആകുമ്പോൾ അത് വെന്ത് കറക്റ്റ് ആകും. ഇത് നല്ല തിരക്ക് പിടിച്ച റോഡാണ്, വെള്ളായണി ജംഗ്ഷൻ റോഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ ചീറിപ്പായുന്നു. റോഡ് സൈഡിലൊരു ക്യൂട്ട് ഒരു ഇതിനെന്താ പറയുക, ഇതിങ്ങനെ സ്റ്റാൾ അല്ലേ, ഈ ഒരു ചെറിയൊരു ഫുഡ് കോർട്ട്. അതെ ഇപ്പോഴത്തെ സ്റ്റൈൽ ചെറിയ തട്ടുകടാന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ചെറിയൊരു ഫുഡ് കോർട്ട്. ഓക്കെ. ഒരു കുറച്ചുകൂടെ പോഷാണ്, കാണാനൊക്കെ നല്ലൊരു കളർഫുള്ളാണ്. ഒരു ഡ്രോപ്പ് ഓയിൽ ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുന്നു, ജസ്റ്റ് അത് ഇളക്കിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഒട്ടിപ്പിടിച്ചിരിക്കുക, ആ ടോപ്പിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇച്ചിരി ഓയിൽ, വളരെ കുറച്ച്. അതവിടെ പ്രവർത്തനമുണ്ട്. 4 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി ഒരു കമ്പ് അതിനകത്തേക്ക് കുത്തും, ഒരു സ്റ്റിക്ക്. കുൽഫി എടുത്ത് കഴിക്കണ്ട, അപ്പോൾ അതിനകത്ത് വേണം ഒരു സ്റ്റിക്ക്. ഇത് ശരിക്കും ഒരു നല്ലൊരു പ്രൈം ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ വെള്ളായണി ജംഗ്ഷൻ സിഗ്നൽ എത്തുന്നതിന് മുന്നേ പോത്തീസ് ഹൈപ്പർ മാർക്കറ്റ് കുറച്ച് അങ്ങോട്ട് ഇവിടെ നോക്കിയാൽ കാണാം. ഈ സൈഡിൽ പറയാനാണെങ്കിൽ റഹമത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതിൻ്റെ 2ൻ്റെ നടുക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതേ പൊങ്ങി വരുന്നത് നോക്കൂ, സ്വന്തമായിട്ട് മാജിക് പോലെയാണ്. എൻ്റെ അമ്മോ, ചാടി വരുന്നത് നോക്കിയേ, സോ ക്യൂട്ടല്ലേ. വാവ്, എനിക്കിഷ്ടമായി കാണാൻ, നല്ല രസമുണ്ട്. സ്വന്തമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ചൂടടിച്ചപ്പോൾ ചാടി വെളി വന്നു, സ്വന്തമായിട്ട് ചാടി പുറത്തേക്ക്. അതിങ്ങനെ തള്ളി വരുന്നുണ്ട്. ഇത് നോക്കിയേ, പുഷ് ചെയ്ത് സെൽഫ് പുഷിങ് ആണ്. യെസ്. ഇതിനെ എടുത്തിട്ട് ഞാൻ വേണമെങ്കിൽ ഇത് ഹോൾഡ് ചെയ്യാം. പ്ലേറ്റ് എടുത്തിട്ട് വരും. അദ്ദേഹം പ്ലേറ്റ് എടുക്കാൻ താഴോട്ട് കുനിഞ്ഞു. ഇവനെ ഞാൻ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുവാണ്. യെസ്. അതതിൻ്റെ ഷേപ്പ് ഒന്നുകൂടി ഒന്ന് സെറ്റ് ചെയ്യുവാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കാര്യങ്ങൾ വരും അല്ലേ. ദിസ് ഈസ് പ്ലെയിൻ എഗ് കുൽഫി. അദ്ദേഹത്തിൻ്റെ മകൻ വന്നിട്ടുണ്ട്. മോൻ്റെ പേരെന്താ? ഇർഫാനും എത്തിയിട്ടുണ്ട്. ഇർഫാൻ ഒരു ക്ലാസ്സിൽ പോയിട്ട് വരികയാണല്ലേ. എവിടെ പഠിക്കുന്നത്? ധനുവേശ്വരം ഐ ടിയിലാണ്, സ്റ്റുഡൻ്റാണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ വരികയാണ്. അച്ഛനെ സഹായിക്കാറുണ്ടല്ലേ. ഓക്കെ. ഇതിന് മുകളിലായിട്ട് കുറച്ച് മസാല പൗഡർ ഇങ്ങനെ വിതറി കൊടുക്കും. ഇത് എന്തൊക്കെയാണ് വരിക ഇതിനകത്ത്? ഇത് സീക്രട്ട് മസാലയാണോ? സ്പൈസി എന്തൊക്കെ വരും ഇത്? ജീരകം, കുരുമുളക്, പുളി ഉണ്ടാവോ? പുതിന, പെപ്പർ ഉണ്ടോ? സോൾട്ട് എല്ലാം കൂടി പൊടിച്ച് വയ്ക്കുന്നതാണ് അല്ലേ. എക്സ്ട്രാ പെപ്പർ പൗഡർ ഇനിയുണ്ട്, തീർന്നിട്ടില്ല അലങ്കാരങ്ങൾ. ഇർഫാൻ എല്ലാ ദിവസവും വരുമോ വൈകുന്നേരം അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ? ഓക്കെ. ഇനി മയോണീസ്. ഇത് വെജ് മയോണീസാണ്. അതിങ്ങനെ ഡിസൈൻ ചെയ്യാൻ പോകും. ഓക്കെ. ഇനി കുറച്ച് സോസ്, ടൊമാറ്റോ കെച്ചപ്പ്. യെസ്, ദിസ് ഇസ് പ്ലെയിൻ.
നല്ല ചൂടാണ്, ഞാനിപ്പോൾ ഉടനെ കഴിക്കുന്നില്ല, എൻ്റെ ഭാവമുള്ളൂ. ഇറ്റ്സ് വെരി വെരി ഹോട്ട്. ഇനി അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നു, ദാറ്റ് ഇസ് ചിക്കൻ എഗ് കുൽഫി. ഇത് ഒരു മുട്ട മതി അല്ലേ, ഒരു എഗ്ഗ്, പിന്നെ കുറച്ച് ചിക്കൻ സ്റ്റഫിങ് ഉണ്ടാകും. അത് ഓൾറെഡി കുക്ക്ഡാണ്. ഇത് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ ചെയ്ത് വെക്കുന്ന പോലെ മിൻസ്, ചിക്കൻ മിൻസ്, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അങ്ങനത്തെ കാര്യങ്ങൾ, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് സ്പൈസി ആക്കി വെച്ചു. ഇതിങ്ങനെ ഇളക്കുമോ, മിക്സ് ചെയ്യുമോ? മുട്ട പൊട്ടി അത് കുഴപ്പമില്ല അല്ലേ, ഫില്ലിങ് വരുന്നതുകൊണ്ട് അത് പൊട്ടിപ്പോകത്തില്ല, അകത്തൊന്ന് തെറിച്ച് പോവില്ല അല്ലേ. നന്നായിട്ട് മിക്സ് ചെയ്യും. ആ മോൾഡിനകത്തേക്ക് ഓയിൽ ആദ്യം ഒഴിക്കും, എന്നിട്ട് അത് കംപ്ലീറ്റ് കളയല്ല തിരിച്ചതിനകത്തേക്ക് ഒഴിക്കും. അപ്പോൾ അതിനൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇളക്കിയെടുക്കാൻ സൗകര്യത്തിന്. ആൻഡ് സെയിം മോൾഡിലേക്ക് ഇപ്പം മിക്സ് ചെയ്ത് വെച്ച കാര്യം ഒഴിച്ചു കൊടുക്കും. ഇനി ബ്രെഡ് ക്രംസ് ചേർക്കുന്നുണ്ട്, ഇതാ ചേർത്തോളൂ. ഓ, റൊട്ടിപ്പൊടി ഉണങ്ങിയ മറ്റേ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇല്ലേ, അതൊരു കുറച്ച് 1.5 ടേബിൾ സ്പൂൺ ചേർത്തു. കുറച്ചുകൂടെ ഒരു ബോഡി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. ഓക്കെ, ആ ഓ, അപ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്തു. ഓക്കെ, ഇതൊരു ടിപ്പാണ്, അത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഐഡിയ. ആ മിക്സ് ചിക്കൻ എഗ് കുൽഫിയുടെ മിക്സാണ്. ഇനി ഇതിൽ വേറെ ഒന്നുമില്ല, കുറച്ച് നേരം കഴിഞ്ഞ് 2 മിനിറ്റ് കഴിയുമ്പോൾ ഒരു സ്റ്റിക്ക് ഇട്ട് കൊടുക്കും അല്ലേ, 2 to 3 മിനിറ്റ്സിനകത്ത്, 4 മിനിറ്റ് ടോട്ടൽ. അത് കഴിഞ്ഞാൽ ഇത് സ്വന്തമായിട്ട് പൊങ്ങി വരും അല്ലേ, സ്വന്തമായിട്ട് വരില്ലേ. അതെ, നല്ല ഭംഗിയല്ല, ചൂടാകുമ്പോൾ അവൻ രക്ഷപ്പെടാൻ വേണ്ടി ഇറങ്ങി ഓടും, അതുപോലെ ഇറങ്ങി ചാടും. ഓക്കെ, അപ്പോൾ അതാണ് ചിക്കൻ കുൽഫി, ചിക്കൻ ആൻഡ് എഗ്. അടിപൊളി. അടുത്ത ആളിനെ സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. 4 മിനിറ്റ് ആകുമ്പോഴേ പുറത്തേക്ക് ചാടുള്ളൂ. അങ്ങനെ ചിക്കൻ ആൻഡ് എഗ് കുൽഫി റെഡി. അതിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ ഇടും അല്ലേ കാര്യങ്ങളെല്ലാം. ഓക്കെ, ദാറ്റ് ഈസ് മയണീസ് ആൻഡ് ടൊമാറ്റോ സോസ്. ഞാനല്ല കഴിക്കുന്നത് അദ്ദേഹം ഓർഡർ ചെയ്തതാണ്. അപ്പം നല്ല ചൂടായിരിക്കും. എങ്ങനെയുണ്ട്? അടിപൊളി, ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുൽഫീസ് അടിപൊളി, എഗ് കുൽഫീസ്, ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്, ഗംഭീരമാണ്. അപ്പോൾ വരാൻ ഒരുപാടില്ല. വെള്ളായണി ജംഗ്ഷൻ, ബിഫോർ ദ സിഗ്നൽ. എൻ്റെ തൊട്ട് പിന്നിലായിട്ട് നോക്കിക്കോളൂ, റഹ്മത്ത് റെസ്റ്റോറൻറ്റുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് താസ ട്രേഡേഴ്സ്, ഗാലക്സി ഫർണിച്ചർ, ഇത്രയൊക്കെയുണ്ട്. പോത്തീസ് ഇപ്പോൾ മകട്ട് ആ സൈഡിൽ, റോഡ് സൈഡിൽ തന്നെ ഒരു ക്യൂട്ട് ഒരു സ്റ്റാളാണ് എഗ് കുൽഫിയുടെ. ഒരു അച്ഛനും മകനും നടത്തും, ഗംഭീരം. വില പറയാം, നോർമൽ പ്ലെയിൻ എഗ് കുൽഫിക്ക് 40 റുപ്പീസ്, വെജിറ്റബിൾ എഗ് കുൽഫിക്ക് 45 അല്ലേ, ചിക്കൻ എഗ് കുൽഫിക്ക് 55. ഇതാണ് റേറ്റ്സ്. അപ്പോൾ വരിക, നിങ്ങൾ നേരിട്ട് അതിൻ്റെ ടേസ്റ്റ് അറിയുക. ഇതിവിടുത്തെ ചോക്ലേറ്റ് എഗ് കുൽഫി എത്തിക്കഴിഞ്ഞു. ഇതിനകത്തും അലങ്കാരങ്ങൾ വരുന്നുണ്ട്. ചോക്ലേറ്റ് സിറപ്പ്, കുറച്ച് സ്പ്രിങ്കിൾസും കൂടി ഇതിൻ്റെ മേളിലായിട്ട് ഇടുന്നു, മൾട്ടി കളേർഡ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും ഈ ടൈപ്പിൽ. ചോക്ലേറ്റ് കുൽഫി, ചോക്ലേറ്റ് എഗ് കുൽഫി. യെസ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് വിശേഷങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. നല്ല ഭക്ഷണം കഴിച്ചു, കുൽഫി കഴിച്ചു, ഹാപ്പി. ഒരു ജ്യൂസ് കൂടി കുടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് കൂടുതലായി. തിരിച്ച് വീട്ടിലെത്താൻ ലേറ്റ് ആവും, അത് കാരണം നമ്മൾ തിരിച്ചു പോകുന്നു. ഇനി വീണ്ടും കാണാം അടുത്ത വീഡിയോ. അതുവരെ